ഒരു ദ്വീപ് സങ്കല്പിക്കൂ. ആകെ 10 മനുഷ്യർ കേട്ടോ ദ്വീപില്. ഗവൺമെന്റ് ഇല്ല, ബാങ്ക് ഇല്ല, അംബാനി ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. എന്തിന്? ഫേസ്ബുക്കിൽ നമ്മൾ ക്യാപിറ്റലിസ്റ്റിനെ തെറി വിളിക്കാൻ ഫേസ്ബുക്ക് പോലും ഇല്ല. 10 മനുഷ്യരും കുറച്ച് തെങ്ങുകളും കുറെ മീനും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുകയാണേ. ക്യാപിറ്റലിസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതിൽ കമ്മ്യൂണിസം കൊണ്ടുവന്ന എന്ത് സംഭവിക്കും? രണ്ടും വേണ്ടെങ്കിൽ പിന്നെ എന്ത് കുന്തമാണ് വേണ്ടത്? നമ്മുടെ ഒരു 10 പേരിൽ ഒരാൾക്ക് മീൻ പിടിക്കാൻ നല്ല കഴിവാണ്, മറ്റൊരാൾ തെങ്ങി കയറാൻ എക്സ്പേർട്ടാണ്. ഓക്കെ, മൂന്നാമൻ മീൻ പിടിക്കാനുള്ള വലയുണ്ടാക്കും. ഒരു ദിവസം മീൻ പിടുത്തക്കാരൻ ഈ വലയുണ്ടാക്കുന്നതിനോട് പറയുന്നു, എനിക്ക് ഒരു വല തരാവോ, ഞാൻ നിനക്ക് 10 മീൻ തരാം. അപ്പൊ അവൻ പറയുകയാണ്, 10 വേണ്ട, 15 അല്ലെങ്കിൽ 12, 14, 13, എത്ര വേണം? ഓക്കെ, ഡീൽ. അങ്ങനെ അതാണ് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ അന്ന് ആലോചിച്ച് നോക്കണം, ആഡം സ്മിത്ത് ഇല്ല, എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, വേൾഡ് ബാങ്ക് ഇല്ല, ആരും മാർക്കറ്റ് എക്കണോമി കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. രണ്ടുപേർക്ക് 2 തരം സാധനങ്ങളുണ്ട്, രണ്ടുപേർക്ക് എക്സ്ചേഞ്ച് ചെയ്താൽ ഗുണമുണ്ട്. അപ്പൊ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ ഈ സംഭവം. ഓക്കെ, മനുഷ്യ ചരിത്രത്തിൽ മാർക്കറ്റ്സ് വളരെ പഴയതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എക്കണോമിയും ക്യാപിറ്റലിസവും കൃത്യമായി ഒരേ സാധനമല്ല. ഓക്കെ, നമ്മുടെ വലക്കാരൻ ബുദ്ധിമാനാണ് കേട്ടോ. അവൻ 10 വല ഉണ്ടാക്കി, പിന്നെ 20, പിന്നെ അവന്റെ വല ഉപയോഗിച്ച മറ്റുള്ളവരുടെ വലയേക്കാൾ ഇരട്ടി മീൻ കിട്ടും. ഓക്കെ, അപ്പൊ അവൻ പറയാണ്, വല വാങ്ങണ്ട, എന്റെ വല ഉപയോഗിച്ചോ, കിട്ടുന്ന മീനിന്റെ 30% എനിക്ക് തന്നാൽ മതി. ഓക്കെ, ആരെയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല ഇങ്ങനെ സംഭവിച്ചത്. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ കയ്യിൽ 100 വല. അതിനിടെ ഒരാൾക്ക് മോശം കാലാവസ്ഥ കാരണം മീൻ കിട്ടിയില്ല. അപ്പൊ നമ്മുടെ വലക്കാരൻ പറയുന്നു, സാരമില്ല, ഞാൻ കുറച്ച് തേങ്ങ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരാം, അടുത്ത മാസം തിരിച്ചു തന്നാൽ മതി, ഇരട്ടിയായിട്ട് തിരിച്ചു തന്നാൽ മതി. ഇപ്പൊ ലോൺ വന്നു. പിന്നെ അയാൾ കടപ്പുറത്തെ ഒരു നല്ല ഭാഗം വാങ്ങുന്നു, അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടണേ. അപ്പൊ അയാളുടെ മക്കൾക്ക് 100 വലയും നല്ല കടപ്പുറം ഉണ്ട്. ഇപ്പൊ മറ്റൊരു മീൻപിടുത്തക്കാരന്റെ മകൻ ഒന്നുമില്ല. അപ്പൊ ആദ്യത്തെ മനുഷ്യൻ നല്ലവനായിരിക്കും, കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഭയങ്കരനായിരിക്കും. പക്ഷെ 4ാം ജനറേഷൻ എത്തുമ്പോഴോ ഒരുത്തൻ ജനിക്കുന്നത് തന്നെ വലകളുടെ നടുവിലേക്കാണ്, മറ്റൊരുത്തൻ ജനിക്കുന്നതോ സാറേ എന്തെങ്കിലും ജോലി തരുമോ എന്നുള്ള ലൈനിലേക്കാണ്. അവിടെയാണ് ക്യാപിറ്റൽ അക്കുമുലേഷൻ. ക്യാപിറ്റലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു രൂപം അവിടെയാണ് എമർജ് ചെയ്യുന്നത്. ഇവിടെ ആരും ക്യാപിറ്റലിസം കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പ്രോപ്പർട്ടി, എക്സ്ചേഞ്ച്, സേവിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഹെറിറ്റൻസ്, ഇതൊക്കെ വന്നപ്പോൾ ഒരു സ്ട്രക്ചർ പതുക്കെ ഉണ്ടായി വരികയാണ്. ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. മാർക്കറ്റ് ഒരു എമർജന്റ് സിസ്റ്റം ആണ്. ക്യാപിറ്റലിസത്തിന്റെ പല സ്ട്രക്ചേഴ്സ് ഇങ്ങനെ എമർജ് ചെയ്തതാണ്. പക്ഷെ അതിനൊപ്പം മറ്റൊരു കാര്യം കൂടെ എമർജ് ചെയ്യാം, വലിയ ഇനീക്വാലിറ്റി. അപ്പോഴാണ് മാർക്സ് വരുന്നത്. ഇത് കണ്ട് കാൾ മാർക്സ് പറയുന്നു, മോനെ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. കാരണം മാർക്സ് കണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വലക്കാരൻ ഇനി സ്വന്തം അധ്വാനത്തിൽ നിന്ന് മാത്രമല്ല സമ്പാദിക്കുന്നത്, ഓണർഷിപ്പ് ഇറ്റ്സെൽഫ് ജനറേറ്റ്സ് ഇൻകം. വല ഉപയോഗിക്കുന്നവരുടെ അധ്വാനത്തിൽ നിന്നുള്ള ഒരു ഭാഗം ക്യാപിറ്റൽ ഓണറിലേക്ക് പോകുന്നു. അതുകൊണ്ട് ക്യാപിറ്റൽ വീണ്ടും കൂടുന്നു. ക്യാപിറ്റൽ കൂടുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ സ്വന്തമാക്കാനുള്ള ശേഷി കൂടും, അല്ലെ? അപ്പൊ ഇനീക്വാലിറ്റി സെൽഫ് റീഇൻഫോഴ്സിങ് ആവുന്നു. ഓക്കെ, ഇത് മണ്ടത്തരല്ല മാർക്സ് പറഞ്ഞത്, അത് ക്യാപിറ്റലിസത്തിന്റെ പല ഡൈനാമിക്സിലെയും പുള്ളി കണ്ടു. പക്ഷെ നമ്മുടെ ദ്വീപിലെ ബാക്കിയുള്ളവർക്ക് ദേഷ്യം വന്നു, ഇത് ശരിയല്ല, റെവല്യൂഷൻ. 100 വലകൾ നമ്മൾ പിടിച്ചെടുത്തു അവര്. ഇനി വലകൾ എല്ലാവരുടേതുമാണ്, കടപ്പുറം എല്ലാവരുടേതുമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി പോയി, സോഷ്യലിസം വന്നു, എല്ലാവരും സന്തോഷിച്ചു. ഓക്കെ, ഒരു ചൊവ്വാഴ്ച വരെ സന്തോഷിച്ചു. ബുധനാഴ്ച ഒരു ചെറിയ പ്രശ്നമുണ്ട്. 100 വലയുണ്ട്, ആർക്കൊക്കെ കൊടുക്കണം? ആരാണ് മീൻ പിടിക്കേണ്ടത്? ആരാണ് തെങ്ങിക്കയറേണ്ടത്? അടുത്ത വർഷം 20 പുതിയ വല ഉണ്ടാക്കണോ അതോ ഒരു വലിയ ബോട്ട് വാങ്ങണോ? ബോട്ട് ഉണ്ടാക്കാൻ ആരൊക്കെയാണ് കൂടേണ്ടത്? മീൻ കുറവായ ആർക്ക് എത്ര കിട്ടണം? കൂടുതൽ ജോലി ചെയ്യുന്നവന് കൂടുതൽ മീൻ കൊടുക്കണോ? കൊടുത്താൽ അത് ഇനീക്വാലിറ്റി അല്ലേ? കൊടുത്തില്ലെങ്കിൽ അയാൾ കൂടുതൽ ജോലി ചെയ്യുന്ന എന്തിന്? അയാൾ ചെയ്യൂ, ആരെങ്കിലും ജോലി ചെയ്യൂ. അപ്പൊ ഒരാൾ പറഞ്ഞു, ഓക്കെ, ഇതൊക്കെ തീരുമാനിക്കാൻ നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കാം. കൊള്ളാം. അപ്പൊ കമ്മിറ്റി ഉണ്ടാക്കി. ഇവിടെയാണ് നമ്മുടെ കഥ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. വലക്കാരന്റെ എക്കണോമിക് പവർ നമ്മൾ എടുത്തു കളഞ്ഞു. ഓക്കെ, പക്ഷെ ഇപ്പോ കമ്മിറ്റി തീരുമാനിക്കുന്നു ആർക്ക് വല കിട്ടണം, ആർക്ക് ബോട്ട് കിട്ടണം, ആർക്ക് വീട് കിട്ടണം, ആർക്ക് കൂടുതൽ മീൻ കിട്ടണം, അങ്ങനെയൊക്കെ. അപ്പൊ എക്കണോമിക് ഹയറാർക്കി ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹയറാർക്കി ഉണ്ടായി വന്നു. നമ്മുടെ പഴയ വലക്കാരന് ഇഷ്ടമില്ലെങ്കിലും മറ്റൊരാളിൽ നിന്ന് വല വാങ്ങാനെങ്കിലും നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ കമ്മിറ്റി മാത്രമാണ് വല കൊടുക്കുന്നതെങ്കിലോ കമ്മിറ്റിയിലെ സഖാവിനെ വെറുപ്പിക്കുന്ന ആരോഗ്യത്തിന് തീരെ നല്ലതല്ല.
ഇതാണ് 20-ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് എക്സ്പെരിമെന്റ്സ് കാണിച്ച വലിയ പ്രശ്നങ്ങളിലൊന്ന്. പവർ ഇല്ലാതാവുന്നില്ല, പവർ രൂപം മാറുകയേ ഉള്ളൂ. പ്രൈവറ്റ് ക്യാപിറ്റലിന്റെ പവർ പോയപ്പോൾ ബ്യൂറോക്രാറ്റിക് പവർ വന്നു. വേറൊരു പ്രശ്നം, കമ്മിറ്റിക്ക് എല്ലാം അറിയുമോ? ഈ വർഷം മീൻ കുറവാണ്. ഒരു മീൻപിടുത്തക്കാരൻ അത് ഇന്നലെ തന്നെ മനസ്സിലായി. മറ്റൊരാൾ പുതിയൊരു വല കണ്ടുപിടിച്ചു. മൂന്നാമന് മീൻ വേണ്ട, തേങ്ങയാണ് വേണ്ടത്. നാലാമന് ഒരു പുതിയ സ്ഥലത്ത് മീൻ കണ്ടു. ഈ ഇൻഫർമേഷൻ എല്ലാം അവിടെ ഇവിടെയായിട്ടാണ് കിടക്കുന്നത്, അല്ലേ? ഒരു സെൻട്രൽ കമ്മിറ്റിക്ക് ഓരോ മനുഷ്യന്റെ തലയിലുള്ള ഇൻഫർമേഷൻ മുഴുവൻ അറിയാൻ കഴിയില്ല. അവിടെയാണ് ഈ ഫ്രെഡറിക് ഹയാക്ക് ഒക്കെ പറഞ്ഞ പ്രൈസസ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, മീൻ കുറയുന്നു, അപ്പൊ പ്രൈസ് കൂടുന്നു. അപ്പൊ ആരും സെൻട്രൽ സർക്കുലർ ഇറക്കുന്നൊന്നുമില്ല. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രതികരിക്കുന്നു. ചിലർ മീൻ കുറച്ച് വാങ്ങുന്നു, ചിലർ കൂടുതൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു, ചിലർ ചിക്കൻ വാങ്ങുന്നു, ചിലർ ഫിഷ് ഫാം തുടങ്ങുന്നു. അപ്പൊ പ്രൈസ് സിസ്റ്റം പെർഫെക്റ്റ് അല്ല കേട്ടോ. പക്ഷേ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ എക്കണോമി ഒരു മെഷീൻ അല്ല, ഒരു കോംപ്ലക്സ് അഡാപ്റ്റീവ് സിസ്റ്റം ആണ്. അതിനെ മുഴുവൻ മുകളിൽ നിന്ന് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കാർഡിന്റെ എക്കോസിസ്റ്റം എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് നടത്തുന്നത് പോലെയാണ്. അപ്പൊ ക്യാപിറ്റലിസം ജയിച്ചോ? അത്ര പെട്ടെന്ന് നമ്മൾ സന്തോഷിക്കേണ്ട. കാരണം നമ്മുടെ പഴയ വലക്കാരൻ ഇപ്പൊ ദ്വീപിന്റെ പകുതി വാങ്ങിക്കഴിഞ്ഞു. പത്രം അയാളുടേത്, ബാങ്കും അയാളുടേത്. ഇലക്ഷൻ വരുമ്പോ 2 കാൻഡിഡേറ്റിനും ഡൊണേഷൻ കൊടുക്കുന്നത് അയാളായിരിക്കും, അല്ലേ? അപ്പം നമ്മൾ വീണ്ടും ചോദിക്കണം, ഈ മാർക്കറ്റ് ഡീസെൻട്രലൈസ്ഡ് പവർ ആണെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് തന്നെ ഇവഞ്ചലി കോൺസെൻട്രേറ്റഡ് പവർ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? ഇതാണ് ക്യാപിറ്റലിസത്തിന്റെ യഥാർത്ഥ പ്രശ്നം. പ്യുവർ ക്യാപിറ്റലിസത്തിന്റെ മാർക്കറ്റ് ഫെയിലിയർ, മൊണോപ്പൊളി, പൊല്യൂഷൻ, പിന്നെ എക്സ്റ്റേണാലിറ്റീസ്, ഇൻഹെറിറ്റൻസ് വഴി ഇനീക്വാലിറ്റി ഇങ്ങനെ പെർപെച്വേറ്റേ ചെയ്തിട്ട് പോകും. ഹെൽത്ത് കെയറിൽ എങ്ങനെയാ? ഇതൊക്കെ കുറച്ചുകൂടെ പ്രശ്നമാവും. മാർക്കറ്റ് എഫിഷ്യന്റ് ആയിരിക്കും, പക്ഷെ കുറെ മനുഷ്യർ ചിലപ്പോൾ മരിക്കും. അതുകൊണ്ട് മനുഷ്യർ അവസാനം ചെയ്ത ഒരു ബോറിംഗ് കോംപ്രമൈസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അതായത് റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളല്ല. റീസണബിളി വെൽ ഫംഗ്ഷനിങ് സൊസൈറ്റീസ് ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. മാർക്കറ്റ് വേണം, ഗവൺമെന്റ് വേണം, ഡെമോക്രസി വേണം, റെഗുലേഷൻ വേണം, വെൽഫെയർ സ്റ്റേറ്റ് വേണം, പബ്ലിക് ഗുഡ്സ് വേണം, എല്ലാം. പക്ഷെ അത് മിനിസ്റ്റർ തീരുമാനിക്കേണ്ട എല്ലാം. മാർക്കറ്റ് കുറെയൊക്കെ തീരുമാനിക്കും. പക്ഷെ പണം ഇല്ലാത്ത ഒരാൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടുമോ എന്ന് മാർക്കറ്റ് തീരുമാനിക്കണ്ട. കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എന്തോരം വിടാമെന്ന് കമ്പനി മാത്രം തീരുമാനിച്ചാൽ പോരാ. കമ്പനി പവർഫുൾ ആയിരിക്കും, പക്ഷെ ഗവൺമെന്റ് അതിലും പവർഫുൾ ആകാം. പക്ഷെ അതുകൊണ്ട് രണ്ടിനെയും നിയന്ത്രിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ എക്കണോമിക് പവറിനെ പൊളിറ്റിക്കൽ പവർ കൺസ്ട്രെയിൻ ചെയ്യണം, പൊളിറ്റിക്കൽ പവറിനെ ഡെമോക്രസി കൺസ്ട്രെയിൻ ചെയ്യണം. ഇത് വലിയ സെക്സി ഐഡിയോളജി ഒന്നുമല്ല, ഒരുതരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവോൾവ് എഞ്ചിനീയറിംഗ് ആണ്. മാർക്സിന് എവിടെയാണ് തെറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് പറഞ്ഞ എല്ലാം തെറ്റാണ് എന്ന് പറയുന്നതൊക്കെ ശരിയല്ല. പല കാര്യങ്ങളും ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നു, ക്ലാസ് പവർ ഉണ്ടാവുന്നു, ഓണർഷിപ്പ് പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പുള്ളിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിന്റെ ഫ്ലോസ് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു സിസ്റ്റം കോൺഷ്യസ്ലി ഡിസൈൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു തരം ഇവല്യൂഷന്റെ ഒരു സിസ്റ്റത്തിന്റെ കോംപ്ലക്സ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യാത്ത സിസ്റ്റംസ്. ഇപ്പൊ ലാംഗ്വേജ് ആരാണ് ഡിസൈൻ ചെയ്തത്? കൾച്ചർ, മാർക്കറ്റ്സ്, സിറ്റീസ്, പട്ടണങ്ങൾ, സയൻസ് തന്നെ. നമുക്ക് റൂൾസ് ഉണ്ടാക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാം, പക്ഷെ എല്ലാം കൂടെയുള്ള സ്ട്രക്ചർ കോടിക്കണക്കിന് മനുഷ്യരുടെ ഇന്ററാക്ഷനിൽ നിന്ന് എമേർജ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ഭാവിയിൽ ക്യാപിറ്റലിസം ആണോ ഇതൊക്കെയാണോ കമ്മ്യൂണിസം ആണോ വരുന്നത് എന്നൊക്കെ ഉള്ളത് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ചോദ്യം മാർക്കറ്റ്സ് എവിടെ ഉപയോഗിക്കണം, മാർക്കറ്റ്സ് എവിടെ കൺസ്ട്രെയിൻ ചെയ്യണം, എന്തൊക്കെ മാർക്കറ്റിന് പുറത്തായിരിക്കണം, എക്കണോമിക് പവർ എങ്ങനെ നമ്മൾ വീതിച്ചു കൊടുക്കും, ഗവൺമെന്റ് പവർ എങ്ങനെ വീതിക്കും, എക്കോളജിക്കൽ ലിമിറ്റ്സ് എങ്ങനെ ആയിരിക്കും, പ്രൈസസിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെ എങ്ങനെ വരും, അതിന്റെ ബെനിഫിറ്റ്സ് ആർക്കാകും. അപ്പൊ ഈ ഫ്യൂച്ചർ ഇതൊരു ഫിലോസഫേഴ്സ് ആയിരിക്കില്ല ഇതൊക്കെ തീരുമാനിക്കുന്നത്. മാർക്കറ്റ്സ് ആയിരിക്കും, മനുഷ്യരായിരിക്കും, പ്രൈസസ് ആയിരിക്കും, ഗവൺമെന്റ്സ് ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇവോല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഭാവിയിൽ പ്രൈവറ്റ് ഓണർഷിപ്പും പബ്ലിക് ഓണർഷിപ്പും കോഓപ്പറേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ യൂണിവേഴ്സൽ സർവീസസ് ഉണ്ടാവാം, കാർബൺ പ്രൈസിംഗ് പോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം, ബേസിക് ഇൻകം പോലെയുള്ള എക്സ്പെരിമെന്റ്സ് ഉണ്ടായേക്കാം. എല്ലാം ട്രയൽ ആൻഡ് എററിലെ കൂടെ ഇങ്ങനെ സൊസൈറ്റി ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വരാം. അപ്പൊ ഒരാൾ മീൻ പിടിച്ചു, ഒരാൾ തേങ്ങ പറിച്ചു, ഒരാൾ വലയുണ്ടാക്കി. പക്ഷെ ആരും ക്യാപിറ്റലിസം കണ്ടുപിടിച്ചില്ല. പക്ഷെ മാർക്കറ്റ് സ്വയം ഉണ്ടായി വന്നതാണ്. മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ അക്യുമുലേഷൻ വന്നു, അതിൽ നിന്ന് ഇനീക്വാലിറ്റീസ് വന്നു. ഇനീക്വാലിറ്റി ഇല്ലാതാക്കാൻ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കി.
കമ്മിറ്റിയിൽ നിന്ന് ബ്യൂറോക്രസികൾ വന്നു. അപ്പൊ അത് നിയന്ത്രിക്കാനായിട്ടാണ് ഒരു തരത്തിൽ ഡെമോക്രസി വന്നത്. ക്യാപിറ്റലിസ്റ്റിനെ നിയന്ത്രിക്കാൻ റെഗുലേഷൻസ് വന്നു, ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് വന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു, മീഡിയ വന്നു, കോടതി വന്നു, എൻവയോൺമെന്റൽ റെഗുലേഷൻസ് വന്നു. അപ്പൊ ഓരോ സൊല്യൂഷൻസിനും പുതിയ പ്രോബ്ലംസ് വരും, പുതിയ പ്രോബ്ലംസിന് പുതിയ സൊല്യൂഷൻസ് വരും. അപ്പോൾ ഒരു ഫൈനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ, അതിനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിന് എനിക്ക് വലിയ ഒരു ഉറപ്പുമില്ല. ഇതൊരു കാട്ടിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ കാട് വെട്ടിത്തെളിച്ച് പുതിയൊരു കാട് ഉണ്ടാക്കാനൊന്നും നമുക്ക് പറ്റുമൊന്നുമില്ല. കാട് വളരുന്ന വഴിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിൽ അത് പതുക്കെ വെട്ടി നിർത്തി മോഡിഫൈ ചെയ്ത് പതുക്കെ പതുക്കെ നമ്മൾ കൊണ്ടുവരും. ആര് കൊണ്ടുവരും? എല്ലാവരും കൂടി എങ്ങനെയൊക്കെയോ കൊണ്ടുപോകും. അതാണ് ഇതുവരെ സംഭവിച്ചത്. അപ്പൊ അതാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.